മഞ്ഞു പെയ്യുന്ന ഡിസംബർ മാസത്തിൽ ലോകസമൂഹം ക്രിസ്തുമസിനെ വരവേൽക്കുന്ന കാലത്ത് കരനെൽകൃഷിയിൽ യേശുദേവന്റെ രൂപം സൃഷ്ടിച്ച് ക്രിസ്മസിനെ വരവേൽക്കുകയാണ് ജൈവ കർഷകനും വ്യവസായിയുമായ കോഴഞ്ചേരി പുല്ലാട് വള്ളിക്കാല അജയകുമാർ വല്ലിടത്തിൽ എന്ന പ്രവാസി വ്യവസായി. തന്റെ ഒരേക്കർ പുരയിടത്തിലാണ് അപൂർവ ഇനം വിത്ത് പാകി യേശുക്രിസ്തുവിന്റെ രൂപം സൃഷ്ടിച്ചത്. ഓരോ നെന്മണിയിലും അവനവന്റെ അന്നത്തെ ആഹാരം എഴുതിയ ബൈബിൾ വചനത്തെ അനർത്ഥമാക്കി കരനെൽകൃഷിയിൽ യേശുവിന്റെ രൂപം സൃഷ്ടിച്ചെടുത്ത് ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രവാസി മലയാളിയും ജൈവ കർഷകനുമായ കോഴഞ്ചേരി പുല്ലാട് വള്ളിക്കാലായിൽ വല്ലിടത്തിൽ വീട്ടിൽ അജയകുമാർ എന്ന പ്രവാസി മലയാളി. ൽ പാറപ്പുറത്ത് നെൽകൃഷി ഇറക്കി വിജയിച്ചതിന്റെ ചുവട് പിടിച്ച് തന്റെ വീടിന്റെ മുമ്പിലെ ഒരേക്കർ സ്ഥലത്താണ് മണ്ണിനെ പൊന്നു വിളയിച്ചുകൊണ്ട് അത്ഭുതകരമായ രീതിയിൽ യേശുവിന്റെ ചിത്രം വിവിധ ഇനത്തിലുള്ള വിത്തുകളിലൂടെ വികസിപ്പിച്ചെടുത്തതെന്ന് അദ്ദേഹവും സഹായിയും കർഷകനുമായ ഉത്തമനും പറഞ്ഞു. കാട് പിടിച്ചു കിടന്ന 10-18 വർഷം കൃഷി ചെയ്യാതിരുന്ന് അതിലപ്പുറം കൃഷിയായിരുന്ന സ്ഥലത്ത് കുറ്റി കാടെല്ലാം വെട്ടിത്തെളിച്ച് അവിടെ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വാഴ നടാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതല്ലല്ലോ, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഔഷധ ഗുണമുള്ള വിത്ത് വിതയ്ക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ ഈ പാലുകാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയ തലമുറ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രധാനമായി ഈ പാലുകാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ഒരു നിശ്ചിത അളവിൽ നമ്മൾ ആദ്യമേ പാടം നല്ലപോലെ നനച്ചതിന് ശേഷം ചോക്കുപൊടിയിലാണ് ചിത്രം വരയ്ക്കുന്നത്. ആ ചിത്രത്തിൻ്റെ അതേ വ്യത്യാസം വരാതെ, ആ ചോക്കുപൊടിയിൽ വ്യത്യാസം വരാതെയാണ് നമ്മൾ നെൽവിത്തുകളിട്ട് ഈ കലാരൂപം സൃഷ്ടിക്കുന്നത്. തരിശു കിടന്ന ഒരേക്കർ പാടത്ത് തനിനാടൻ ജൈവ രീതിയിലാണ് നിലമുഴുത് ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന വിവിധ ഇനത്തിലുള്ള വിത്തുകൾ സമാഹരിച്ചാണ് യേശുവിന്റെ രൂപവും അതിനോടൊപ്പം തന്നെ നെൽകൃഷിയും ഇറക്കിയതെന്നും അജയകുമാർ തന്റെ കൃഷി രീതിയും വികസിപ്പിച്ചെടുത്ത രീതിയും മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാനിവിടെ സ്പ്രിംഗ്ലറാണ് കൊടുത്തിരിക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ചെറിയതായിട്ട് നനച്ചു കൊടുത്ത് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ള കാണിക്കുകയാണ്. ഇതിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പങ്കുണ്ട്. റോബർട്ട് സാറ്, വിനോദ് സാറ്, സെൻസി സാറ്, എല്ലാവരുടെയും ഇതിനകത്ത് പിന്തുണയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആറന്മുള ഉത്തമൻ ചേട്ടൻ്റെ ഇപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, കൂട്ടായിട്ടുള്ള ചർച്ചകളിലൂടെയും കൂട്ടായിട്ടുള്ള കോമണായിട്ട് നിൽക്കുന്ന കർഷകരൊക്കെ ഒന്നിക്കുമ്പോൾ വലിയൊരു ശക്തിയായിട്ട് ഇത് മാറുകയും ഇവിടുത്തെ രോഗപ്രതിരോധ ശക്തി ഉള്ള ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കണമെങ്കിൽ രോഗപ്രതിരോധ ശക്തിയുള്ള വിത്ത് വിതച്ച് അത് ആ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. വിഭവസമൃദ്ധമായ വലിയ ഗോശാലയുടെ ഉടമ കൂടിയായ അജയൻ തനി ജൈവ രീതിയിലാണ് നെൽകൃഷിയിൽ കളനാശിനിയും മറ്റ് കീടനാശിനിയും ഉപയോഗിക്കുന്നത്. ആർഷഭാരത സംസ്കാരത്തെ മുറുകെ പിടിച്ച് അന്യം നിന്നു പോകുന്ന നമ്മുടെ മണ്ണിനെയും കർഷക സമൃദ്ധിയെയും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രവാസി മലയാളി. ഇദ്ദേഹത്തിന്റെ ജനകീയമായ ഈ ഉദ്യമനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സമൂഹവും മാതൃകയാക്കി മുന്നോട്ട് വന്നാൽ അന്യം നിന്നു പോകുന്ന കാർഷിക സമ്പത്തിനെ വീണ്ടെടുക്കാൻ നമുക്ക് സഹായകരമാകും. കോഴഞ്ചേരിയിൽ നിന്നും പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ ജെ, ACV ന്യൂസ്, പത്തനംതിട്ട.